തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നതാണ് പുതിയ കാലാവസ്ഥ മുന്നറിയിപ്പ് വരുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാളെ വടക്കൻ കേരളത്തിൽ മഴ കനക്കും എന്നാണ് പ്രവചനം. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ഉമേഷ്, ഒരു 10-12 മണിക്കൂർ തുടർച്ചയായി പെയ്ത മഴയിൽ വെള്ളക്കെട്ടായി മാറിയ തിരുവനന്തപുരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ റിപ്പോർട്ടിൽ കണ്ടു. ഇനി വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ച ജില്ലകളിൽ തിരുവനന്തപുരവും ഉൾപ്പെടുമോ? വടക്കൻ കേരളത്തിലായിരിക്കും ഇനി മഴ കനക്കാൻ ഉള്ളത് എന്നൊരു ഭാഗം കൂടി മുന്നറിയിപ്പിന്റെ ഭാഗമായി കണ്ടു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിൽ ലഭ്യമായിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം നാളെ മുതൽ തലസ്ഥാനത്ത് മഴ കുറയും, വടക്കൻ ജില്ലകളിലേക്ക് മഴ മാറും. നിലവിൽ ബംഗാൾ ഉൾക്കടലിലുള്ള ശക്തമായ ന്യൂനമർദ്ദം നാളെ തീവ്ര ന്യൂനമർദ്ദമായി മാറുകയും തുടർന്ന് കൂടുതൽ വടക്കോട്ട് കാറ്റ് സഞ്ചരിക്കുകയും അടിസ്ഥാനത്തിൽ വടക്കൻ ജില്ലകളിലേക്ക് മഴ മാറുകയും ചെയ്യും. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. അതായത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ നാളെ ലഭിക്കാൻ സാധ്യതയുണ്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 115 മില്ലിമീറ്റർ വരെ മഴ ഒരു ദിവസം 24 മണിക്കൂറിൽ ലഭിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. മഴ മാറി നിൽക്കുകയാണ്. വെള്ളക്കെട്ടും ഇപ്പോൾ ഒഴിഞ്ഞു തുടങ്ങി. ചെറിയ പ്രദേശങ്ങൾ, താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ്, അതായത് വെള്ളം ഒഴുകിപ്പോകാൻ ബുദ്ധിമുട്ടുള്ള ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളക്കെട്ടുള്ളത്. ബാക്കി സ്ഥലങ്ങളിൽ നിന്നെല്ലാം വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത. എന്തായാലും നാളെ കഴിയുന്നതോടുകൂടി മഴയുടെ തീവ്രതയ്ക്ക് കുറവുണ്ടാകും. എന്തായാലും തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ 8 മണിവരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 126 മില്ലിമീറ്റർ മഴ മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിൽ ലഭിച്ചത്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഉണ്ടായത്. എന്തായാലും അതിന് ഏറ്റവും പ്രധാന കാരണം ഈ വേളിയിലെ പൊഴി മുറിച്ചു കളയാത്തതാണ്. ഈ പാർവതി പുത്തനാർ അടക്കം എത്തിച്ചേരുന്ന പൊഴി മുറിച്ചു മാറ്റാത്തതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ തുടർ നടപടി ഉണ്ടാകും, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് നോക്കി നടപടി ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്ന ഉറപ്പ്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രവികുമാർ PB എന്ന് നിരന്തരം ഈ മെസ്സേജുകളിലൂടെ കാര്യങ്ങൾ പറയാറുള്ള രവികുമാർ എഴുതിയിരിക്കുന്നു, മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടി കാനകൾ വൃത്തിയാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പലയിടത്തും കാന നിർമ്മാണം തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ് ഉള്ളത് മിക്ക സ്ഥലങ്ങളിലും എന്നാണ് രവികുമാർ പറഞ്ഞിരിക്കുന്നത്. രവികുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. സത്യത്തിൽ നമ്മുടെ നഗരാസൂത്രണത്തിലെ പിഴവുകൾ യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു ഒറ്റ മഴയ്ക്ക് വെള്ളക്കെട്ടായി മാറുന്ന ഈ ദുരിതപൂർണമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിനൊരു വലിയ പരിധിവരെ ഇതൊരു കാരണമാണ്. കാരണം നഗരാസൂത്രണം വേണ്ട രീതിയിൽ ശാസ്ത്രീയമായി നടപ്പാക്കപ്പെടുന്നില്ല. അതിന് പുറമെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അലംഭാവം, പിന്നീട് ഈ മഴ വരുന്നതിന് മുൻപ് തന്നെ, മഴക്കാലത്തിന് മുൻപേ തന്നെ നടക്കേണ്ട ശുചീകരണ പ്രവർത്തികൾ, ഇതൊന്നും തന്നെ കാര്യമായി നടക്കുന്നില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വേളിപ്പൊഴി മുറിക്കാതിരുന്നതിനെ സംബന്ധിച്ച് തുടർന്നാണ് ഇത്രയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വന്നത്. അവിടെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവവും വീഴ്ചയും ഒക്കെ ഇതിൻ്റെ ഒരു കാരണമായി മാറുന്നുണ്ട്. അപ്പോൾ ഒരു സാമൂഹിക പ്രതിബദ്ധതയും അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തോടുകൂടി ഈ നഗരാസൂത്രണം അടക്കമുള്ള വികസന പ്രവൃത്തികൾ കാര്യക്ഷമമായി നടപ്പാക്കാത്തതിലെ അപാകത കൂടി ഇത്തരം സംഭവങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നതിൽ രവികുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതോടൊപ്പം ഇപ്പോൾ മറ്റു ചിലർ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. പവിത്രൻ പാതിരിപ്പറ്റ ചോദിക്കുന്നു, വടക്കൻ കേരളത്തിൽ നാളെ മഴ പ്രതീക്ഷിക്കാമോ എന്നാണ്. നാളെ മഴ ഉണ്ടാകും, വടക്കൻ കേരളത്തിലായിരിക്കും നാളെ ശക്തമായ മഴ ഉണ്ടാവുക എന്നതാണ് പവിത്രൻ ഈ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കാം അങ്ങനെയാണോ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.